ബസ്മതി റൈസ് കുറച്ച് വേവിച്ചത് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. അപ്പൊ ഇത് റിയൽ റെസിപ്പി അല്ല, എന്റെ തട്ടിക്കൂട്ട് റെസിപ്പി. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇഞ്ചി വെളുത്തുള്ളി നൈസാക്കി അരിഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സെലറി നിർബന്ധമൊന്നുമില്ല, ഉള്ളതുകൊണ്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നമ്മുടെ ചതച്ച മുളകില്ലേ, ചതച്ച മുളക് വിനീഗർ ചൂടുവെള്ളം ഇട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലെണ്ണയിലാണ് നമ്മളിത് വഴറ്റിയത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച്, എനിക്ക് ഇതിന്റെ ഔട്ട്കം എങ്ങനെയാന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം. ചപ്പാത്തി മുട്ട ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ടൊമാറ്റോ സോസ് ഓൾറെഡി നമ്മൾ വിനീഗറിൽ ഉണ്ടായിരുന്നു, അത് ഇനിയിപ്പോ വിനീഗർ ഒഴിക്കണ്ട. ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം പഞ്ചസാര. എനിക്ക് തോന്നുന്നു ഈ കുക്കിംഗ് മര്യാദക്ക് അറിയാത്തവരെ എല്ലാത്തിനും കുറവ് നികത്തിടുന്ന ഒരു സാധനമാണ് ഈ പഞ്ചസാര. അതന്നെ പറഞ്ഞ കുക്കിംഗ് മര്യാദക്ക് അറിയാതെ. നല്ല ആൾക്കാർ പണ്ട് പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. പണ്ട് അതുകൊണ്ടല്ലേ ഈ അടിമക്കച്ചവടം ഇതൊക്കെ തുടങ്ങിയത് തന്നെ. ഷുഗർ പ്ലാന്റേഷൻസില് ജോലി ചെയ്യാൻ ആൾക്കാരെ ആഫ്രിക്കന്നൊക്കെ കടത്തിക്കൊണ്ട് വന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ കരിമ്പ് സാധനങ്ങളും ഇതൊന്നും അത്ര കാര്യമായിട്ട് വ്യാപകമായിരുന്നില്ല. ഞാൻ എന്റെ ഭാഗത്തിൽ ഉറച്ചു നിൽക്കും. മുട്ട റോസ്റ്റില് പഞ്ചസാര ഇട്ടുണ്ടായിരുന്നു, കഴിച്ചപ്പോ മനസ്സിലായി. നന്നായിരുന്നു. അപ്പൊ നമ്മുടെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തണുത്തിട്ടുള്ള ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാൻ പോകും. ഇതാണ് അതിന്റെ ഒരു പോർഷൻ ആണ് കേട്ടോ. ഇത് ഈ ചൈന ഹോട്ടലിൽ പോലെ ഓർഡർ വരുമ്പോ അതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കൂല. അപ്പോഴാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, എപ്പോഴും ചെറിയൊരു എമൗണ്ടിൽ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ്. ഇതിപ്പോ അവിയുടെ ഓർഡർ വന്നു, അപ്പൊ അവയ്ക്ക് ചെയ്തു കൊടുക്കും. എന്റെ ഓർഡർ നേരത്തെ പൊറോട്ടയും മുട്ടയും വന്നിട്ടുണ്ടായിരുന്നു, അത് ചെയ്തു തന്നു. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് വീട്ടിലിരിക്കുന്നോണ്ട് ഓരോരുത്തരുടെ ഓർഡർ പല സമയത്താണ് വരിക. അമ്മമാരിങ്ങനെ എപ്പോഴും റെഡി ആയിരുന്നുള്ളൂ. അമ്മമാർക്കും വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോ ഓൾറെഡി ഉണ്ടായ ചോറാണ്, ഇന്നലെ ഉണ്ടാക്കി ബാക്കി വന്ന ചോറാണ്. ഇതിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഒന്നും, എല്ലാം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. എല്ലാം മാക്സിമം യൂസ് ചെയ്ത് ഒന്നും കളയാണ്ട്. അതെ. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കാം, കാരണം ഇത് തണുത്ത ചോറല്ലേ. അപ്പൊ ഇത്രയാണ് എന്റെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. പിന്നെ ആൾക്കാർ വെജിറ്റബിൾ ഒക്കെ ആണെങ്കിൽ കാരറ്റും ബീൻസും ഒക്കെ നൈസാക്കി കട്ട് ചെയ്തിട്ട് ഞാനെങ്കിൽ സവാള അവയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയാണ്. കഴിച്ചോക്കെ കേട്ടോ, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അവസാനമായിട്ട് കുറച്ച് നല്ലോണം തോന്നും ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ള കാര്യങ്ങൾ എപ്പോഴും വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് ഓരോന്ന് ചെയ്യാൻ പഠിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി സാലറി ഉണ്ടെങ്കിൽ സാലറി അതിന് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. അവൻ കഴിക്കോ സാലറി? സാലറി അവനറിയില്ലല്ലോ. ഓഹോ, ഇതാണ് കേട്ടു. അത് ഓരോന്നും അതിൻ്റെതായ രീതി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ വരും. ഇപ്പോൾ നമ്മള് മലയാളികൾക്ക് അത്ര സുപരിചിതമില്ലാത്ത ഒരു വെജിറ്റബിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെലറി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നാട്ടിലെല്ലാവരും കിട്ടുന്നുണ്ട്. ഇങ്ങനെ റൈസ് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും, അപ്പോഴാണ് ഫ്രൈ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കാൻ പറയുന്നത് ഇതിൽ ഞാൻ എത്ര സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെന്ന്. ഇങ്ങനെ ഓഫ് ചെയ്യണേ. ഇപ്പൊ വീണയ്ക്കൊരു ഇതുണ്ടായിരുന്നു, ഈ അവി കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു അവി കഴിച്ചിട്ട് പറഞ്ഞാൽ മതി, കാരണം ഉറപ്പില്ലായിരുന്നല്ലോ, ഫസ്റ്റ് ട്രയൽ അല്ലേ. ഹായ്, നമസ്കാരം. എന്തെങ്കിലും വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞാനിപ്പോ ഇതാ വെള്ളിയാഴ്ച ഇങ്ങനെ എന്താ പറയുക, മടി ദിവസമാണ്. സാധാരണ രീതിയിൽ വീട്ടിൽ കുക്ക് ചെയ്യാറില്ല ഞാൻ വെള്ളിയാഴ്ച. പക്ഷെ ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാനും അല്ലെങ്കിൽ പുറത്ത് പോകാനും പറ്റാത്ത കാരണം വീട്ടിലിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ബസ്മതി റൈസ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പി, ഒരു ഡിഷാണ് നമ്മുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. അപ്പോൾ എന്നോട് അവനെപ്പോഴും പറയാറുണ്ട് അമ്മ ഒന്നും ഉണ്ടാക്കി തരാൻ. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എന്തുകൊണ്ട് തയ്യാറാക്കി കൂടാന്നുള്ള ചിന്ത വന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അവയൊക്കെ കഴിച്ചപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പക്ഷെ അതിൽ ഞാൻ ചേർത്തിരിക്കുന്ന അളവ് ഞാനിപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അളവെന്ന് പറയുന്നത് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് അവയ്ക്കാണെങ്കിൽ എരിവ് കറക്റ്റ് ആണ്. പക്ഷെ ചിലപ്പോൾ കുഞ്ഞു മക്കൾക്കാണെങ്കിൽ കുറച്ച് എരിവ് കുറവ് ചേർക്കേണ്ടി വരും. അപ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചതച്ചമുളക് എന്ന് പറയുമ്പോൾ ഒന്ന് മിക്സിയിലിട്ട് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തോളൂ. അല്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതിയാകും. ഒരു നന്നായിട്ട് ചതച്ചെടുക്കാം, അത് 1 ടീസ്പൂൺ. ഓക്കെ, ഞാനത് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിക്കുക. അതിന് മുൻപായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കുറച്ച് നേരം വെക്കണം. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ശരിക്കും ഇതിലോട്ട് വേണ്ടത് ഷേഷ്വാൻ സോസ് എന്ന് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ രീതിയിൽ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3-4 വെളുത്തുള്ളി നല്ല നൈസായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ ചെറിയ കഷ്ണം ഇഞ്ചി നൈസാക്കി കട്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ പിന്നെ ഞാനൊരു സെലറി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സെലറി നിങ്ങളുടെ എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉള്ളതുകൊണ്ട് ഒരു ഇച്ചിരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു വലിയൊരു വോക്ക് എടുക്കുക. അതിലോട്ട് പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ലെണ്ണ, അതായത് നമ്മൾ ജിഞ്ചലി ഓയിൽ എന്നൊക്കെ പറയുന്ന നല്ലെണ്ണയാണ് വേണ്ടത്. എള്ളെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റുക. പിന്നെ സെലറി ഉണ്ടെങ്കിൽ സെലറി ചേർത്ത് കൊടുക്കുക. അത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് ഇല്ലേ, ആ ചില്ലി പേസ്റ്റും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് അതിലേക്ക് ഞാനിതിലിപ്പോൾ സോയാ സോസ് ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഒഴിച്ചിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തണുത്തിട്ടുള്ള ചോറ്, ചൂടോടുകൂടി ചോറ് ഇടാൻ പാടില്ല, തണുത്ത ചോറ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും, ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അപ്പോഴാണ് നന്നായി ഫ്രൈ ആയിട്ടുള്ളത്. ആ സമയത്ത് അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് നമ്മൾ ചേർക്കണം, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ എൻ്റെ രീതിയിലുള്ള സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ.